ലൈംഗിക പീഡന കേസിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെയും പ്രതികൾ പാർട്ടിക്കകത്ത്. ജോസ് ഫ്രാങ്ക്ലിനെയും അനന്തപുരി മണികണ്ഠനെയും കോൺഗ്രസിൽ തിരിച്ചെടുത്തു. നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ. കവടിയാറിൽ വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് അനന്തപുരി മണികണ്ഠൻ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇരുവരെയും തിരിച്ചെടുത്തത്. എൻ ശക്തൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ജോസ് ഫ്രാങ്ക്ലിൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. പ്രതിപക്ഷ നേതാവിന് ഉപഹാരം നൽകുന്ന ദൃശ്യങ്ങളും പുറത്ത്. സ്ത്രീപീഡകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നായിരുന്നു സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അത് പാർട്ടി പരിശോധിക്കുക. പാർട്ടിയല്ലേ പാർട്ടി പരിശോധിക്കുക. അത് പാർട്ടിയാണ്, ഞാനല്ല അവിടെ. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, ഏതാനും മാസം മുമ്പാണ് ലൈംഗിക പീഡന കേസിലെയും സാമ്പത്തിക തട്ടിപ്പ് കേസിലെയും പ്രതികളായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിനെയും ഒപ്പം തന്നെ അനന്തപുരി മണികണ്ഠനെയും സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ രണ്ടു പേർക്കും വീണ്ടും പാർട്ടിക്കുള്ളിലേക്ക് പരവതാനി വിരിച്ചു കൊടുത്തിരിക്കുന്നു, അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. നൃപൻ, ചർച്ച ചെയ്യപ്പെട്ട കൈരളി ന്യൂസ് തന്നെ കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. അത് ഒന്ന്, നെയ്യാറ്റിൻകരയിൽ മുട്ടക്കാട് എന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ലൈംഗിക ആരോപണം താൻ നേരിട്ടിരുന്നു, തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം ആ വീട്ടമ്മയുടെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ അവരുടെ മകൻ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുന്ന വിവരങ്ങളടക്കമുള്ള ഏറ്റവും ഗൗരവതരമായ തിരുവനന്തപുരത്ത് എല്ലാവരെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത അന്ന് കൈരളി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, VD സതീശൻ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ സ്ത്രീപീഡകർക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാർട്ടിക്കകത്തു നിന്ന് ഉണ്ടാവില്ല, അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് അന്ന് കൈരളി ന്യൂസിനോട് തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ അല്പം മുമ്പ് കാണിച്ച ഒരു ഭാഗമല്ല, വീണ്ടും ഒരു തവണ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇതേ വിഷയത്തിൽ തന്നെ അദ്ദേഹം കർശന നടപടി ഉണ്ടാകും, KPCC ഇത് പരിഗണിക്കുകയാണ് എന്ന കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതേ ജോസ് ഫ്രാങ്ക്ലിനെ തന്നെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്നതാണ്. അത് തിരിച്ചെടുത്തതാകട്ടെ അതീവ രഹസ്യമായിട്ടാണ്. KPCC അധ്യക്ഷൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. DCC അധ്യക്ഷനായിട്ടുള്ള എൻ ശക്തനാണ് ശക്തമായ സമ്മർദ്ദം ഇത് കാര്യത്തിൽ KPCCയോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇരുവരെയും, അനന്തപുരി മണികണ്ഠനെയും ജോസ് ഫ്രാങ്ക്ലിനെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു. അപ്പോൾ KPCC അധ്യക്ഷൻ ഇത് അംഗീകരിച്ചപ്പോൾ ഇരു നേതാക്കളോടും പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം പുറത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുത്, ഫ്ലക്സ് വയ്ക്കരുത്, പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന കാര്യം ഫ്ലക്സ് വെച്ച് ആരെയും അറിയിക്കരുത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഇതേ VD സതീശനെ കാണാൻ ജോസ് ഫ്രാങ്ക്ലിൻ കണ്ടോൺമെൻറ്റ് ഹൗസിലെത്തി അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു ശംഖുമുദ്രയുള്ള ഒരു പ്രത്യേക ഉപഹാരം അദ്ദേഹത്തിന് നൽകുന്നു, അത് വിവരിച്ചു കൊടുക്കുന്നു. അടുത്ത് നിൽക്കുന്നത് ജോസ് ഫ്രാങ്ക്ലിനാണ്. ജോസ് ഫ്രാങ്ക്ലിനും ഒപ്പം തന്നെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് ചേർന്നാണ് VD സതീശനെ കണ്ടോൺമെൻറ്റ് ഹൗസിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹം കാണുന്നത്. ഇത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവമാണ്. തിരുവനന്തപുരത്ത് പല നേതാക്കളെയും ജോസ് ഫ്രാങ്ക്ലിൻ രഹസ്യമായി പോയി കണ്ടിരുന്നു. അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് എൻ ശക്തൻ നെയ്യാറ്റിൻകരയാണ് മത്സരിക്കുന്നത്, മറ്റൊരു നേതാവ് മണ്ഡലം തേടുന്നുണ്ട്. ഈ രണ്ട് നേതാക്കളുടെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫൊക്കെ അംഗീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഗുരുതരമായ ലൈംഗിക പീഡന കേസിൽ പ്രതിയായി ജയിലിലാവുകയും അദ്ദേഹത്തിന് അവസാനം ജാമ്യം ലഭിച്ച് ഒളിവിലാവുകയും അവസാനം ജാമ്യം ലഭിച്ച് പുറത്ത് കടക്കുകയും ഇപ്പോൾ കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും അന്വേഷണവും നേരിടുന്ന DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെ പരമരഹസ്യമായി പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. ഒപ്പം തന്നെ അനന്തപുരി മണികണ്ഠൻ പാർട്ടിയുടെ തിരുവനന്തപുരം DCC അംഗമാണ്, മുൻ കൗൺസിലറായി തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ മത്സരിച്ച നേതാവാണ്. അനന്തപുരി മണികണ്ഠനാണ് അമേരിക്കയിൽ താമസിക്കുന്ന ഈ തിരുവനന്തപുരത്ത് കവടിയാറിൽ ഉള്ള സ്വദേശിയുടെ ഭൂമിയും ഒപ്പം തന്നെ അവിടുത്തെ കെട്ടിടവും വ്യാജരേഖ ചമച്ച് കള്ളപ്രമാണം ചമച്ച് ഗൂഢാലോചന നടത്തി കോടികൾ വിലമതിക്കുന്ന വസ്തു തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. തട്ടിയെടുത്തത് അത് അവസാനം ബന്ധുക്കൾ തിരിച്ചറിയുന്നു. അവസാനം ഇതിന് ആസൂത്രകനായി പ്രവർത്തിച്ചത് അനന്തപുരി മണികണ്ഠനാണെന്ന് അറിയുന്നു. അദ്ദേഹമാണ് വ്യാജരേഖ ചമച്ച് ആധാരം എഴുതി കൊടുക്കുന്നത്. വ്യാജമായി ആധാർ കാർഡുണ്ടാക്കി ആൾമാറാട്ടം നടത്തി. അങ്ങനെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡിലായി എന്ന് പ്രതി. അതിനുശേഷം അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹത്തെയും അനന്തപുരി മണികണ്ഠനെയും ജോസ് ഫ്രാങ്ക്ലിനെയും
തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തപ്പോൾ KPCC അധ്യക്ഷൻ നൽകിയ നിർദ്ദേശം തങ്ങളെ പാർട്ടിയിലേക്ക് ഇരുവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നു. പക്ഷേ ഇതൊരിക്കലും പുറത്ത് പ്രഖ്യാപിക്കരുത്, പരസ്യമായി പ്രഖ്യാപിക്കരുത്, ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കരുത്, സോഷ്യൽ മീഡിയയിൽ തങ്ങളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു എന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കരുത് എന്ന നിർദ്ദേശം നൽകിയാണ് ഇരുവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത്. പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ച് DCC ജനറൽ സെക്രട്ടറിമാരോ മറ്റ് ഭാരവാഹികളോ KPCC ഭാരവാഹികളോ ഇത് അറിഞ്ഞിട്ടില്ല. പരമരഹസ്യമായി എൻ ശക്തനും തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കളും KPCC അധ്യക്ഷനും VD സതീശനും ചേർന്ന് നടത്തിയ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. പലരും KPCCക്കും ഒപ്പം തന്നെ DCCക്കും പരാതി നൽകിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ 6 ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഈ ജോസ് ഫ്രാങ്ക്ലിൻ ശ്രമിച്ചു എന്ന പരാതി KPCC അധ്യക്ഷന് നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് DCC ഓഫീസിൽ സിറ്റിംഗ് നടക്കുമ്പോഴാണ്, മൊഴികെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ വരുമ്പോഴാണ് ഇങ്ങനെ ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പല നേതാക്കളും അറിയുന്നത്. ഷമ്മി, തീർച്ചയായും ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു താല്പര്യപ്രകാരം ഇരുവരെയും തിരിച്ചെടുത്തു എന്നാണോ കണക്കാക്കേണ്ടത്? സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കുകയാണോ ചെയ്തത്? നൃപൻ, തിരുവനന്തപുരത്ത് ഈ നേതാക്കൾക്കെല്ലാം ഇക്കാര്യത്തിൽ പങ്കില്ലാതെ ഒരിക്കലും ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഒന്ന്, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ, ഒന്ന് നെയ്യാറ്റിൻകരയിലും മറ്റ് 2 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന 2 നേതാക്കൾ, ഒപ്പം തന്നെ എൻ ശക്തൻ്റെ ശക്തമായ സമ്മർദ്ദം. KPCC അധ്യക്ഷന് നേരിട്ട് ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണമെന്ന് വ്യക്തിപരമായ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ നേതാക്കളുടെ സമ്മർദ്ദത്തിന് ഇത് വഴിവെച്ചിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെ അറിയാത്ത ഒരാളൊന്നുമല്ല. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ തന്നെ VD സതീശൻ പല കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. VD സതീശന് ഈ വിവാദങ്ങളൊക്കെ അറിയാം. പിന്നെ എങ്ങനെയാണ് VD സതീശൻ്റെ വസതിയിലെത്തി ജോസ് ഫ്രാങ്ക്ലിൻ ഈ സമീപ ദിവസങ്ങളിൽ ഈ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്ക് പുറത്താക്കിയ ശേഷം സസ്പെൻഷൻ നടപടി നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഘട്ടത്തിൽ VD സതീശനെ എങ്ങനെയാണ് കാണാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തുക, അദ്ദേഹത്തിന് ഉപഹാരം നൽകുക, ഇതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് VD സതീശൻ്റെ കൂടി സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യപ്രകാരമായിരിക്കും സ്വാഭാവികമായും ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുള്ളത്. അദ്ദേഹം പല സ്ത്രീ വിഷയങ്ങളിലും, സ്ത്രീപീഡന വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്യമായൊരു നിലപാട് പറയുകയും ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കേസ് നിലനിൽക്കുകയും ഇക്കാര്യത്തിൽ തുടർ നടപടികളായി മുന്നോട്ട് പോവുകയും പാർട്ടിയുടെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെയും DCCയിലെ നേതാക്കളൊക്കെ തന്നെ ശക്തമായി ഇനിയും ഗുരുതരമായ കുറ്റമാണ് ചെയ്തത്, അതുകൊണ്ട് ഇനിയും ശക്തമായ നടപടി വേണം എന്ന് വീണ്ടും പാർട്ടിക്കും KPCCക്കും കത്ത് നൽകിയിട്ടുള്ള ഒരു നേതാവിനെ എങ്ങനെയാണ് വീണ്ടും ഇത്തരത്തിൽ VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും എൻ ശക്തനും ചേർന്ന് എടുത്തത് എന്ന ചോദ്യമാണ് പാർട്ടി കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉയരുന്നത്. അനന്തപുരി മണികണ്ഠനെ സംബന്ധിച്ച് കേരളമാകെ ചർച്ച ചെയ്ത വാർത്തയാണ് തിരുവനന്തപുരത്ത് കോടികൾ വിലമതിക്കുന്ന കവടിയാറിലെ കണ്ണായ സ്ഥലത്തെ വീടും ഒപ്പം തന്നെ ഭൂമിയും അവർ പോലും അറിയാതെ, വിദേശത്ത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരാൾ അറിയാതെ, അവർ പോലും അറിയാതെ വ്യാജരേഖയുണ്ടാക്കി അവർ ഇഷ്ടദാനം നൽകിയെന്ന് അവരുടെ പേര് ആൾമാറാട്ടം നടത്തി ഗുരുതരമായ കുറ്റമാണ് അനന്തപുരി മണികണ്ഠൻ നടത്തിയത്. അദ്ദേഹത്തെയും ഇപ്പോൾ രഹസ്യമായി തെരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില നേതാക്കൾ ഒരുങ്ങി നിൽക്കുന്ന ചില നേതാക്കൾക്ക് വഴിയൊരുക്കാൻ, അവരുടെ വിജയത്തിന് വഴിയൊരുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനത്തിന് ആളും അർത്ഥത്തിലും സാമ്പത്തികമായി സഹായം ചെയ്യും എന്ന ഉറപ്പിൻ്റെ പേര് തിരിച്ചെടുത്തു എന്നാണ് നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നത്.